നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ PhD അഡ്മിഷൻ രജിസ്ട്രേഷൻ, എൻട്രൻസ് ടെസ്റ്റ്, PhD എലിജിബിലിറ്റി, കേരളത്തിലെ PhD പാർട്ട് ടൈം യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയ കേരള PhD അഡ്മിഷനെ സംബന്ധിച്ച എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി PhD ഡിഗ്രി എന്താണെന്ന് നോക്കാം. PhD അതായത് ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നത് ഒരു ഉന്നത ഗവേഷണ ബിരുദമാണ്. ഇത് ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ്. ഒരു പ്രത്യേക വിഷയത്തിൽ ആഴത്തിലുള്ള പഠനവും ഗവേഷണവും നടത്തി പുതിയ അറിവുകൾ കണ്ടെത്തി സംഭാവന ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷ്യം. PhDക്ക് അപേക്ഷിക്കാൻ വേണ്ട എലിജിബിലിറ്റി ഇവയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ മിനിമം 55% മാർക്ക്, 4 വർഷ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് 75% മാർക്ക് വേണം. കൂടാതെ വർക്ക് എക്സ്പീരിയൻസും ആവശ്യമാണ്. പക്ഷേ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതായത് NEPയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പല യൂണിവേഴ്സിറ്റികളും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുകൂടി അറിയുക. SC, ST, OBC, നോൺ ക്രീമി ലെയർ, EWS, ഡിസേബിൾഡ് കാറ്റഗറി എന്നിവയിൽ പെടുന്നവർക്ക് മാർക്കിൽ 5% റിലാക്സേഷൻ ഉണ്ട്. ഫോറിൻ ഡിഗ്രി ഉള്ളവർക്ക് അവരുടെ ഡിഗ്രിക്ക് UGC ഇക്വലൻസി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇനി കേരളത്തിലെ PhD അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. PhD അഡ്മിഷൻ നേടാൻ ഒന്നുകിൽ UGC, നെറ്റ്, CSIR, ICAR, ICMR, ഗേറ്റ് അല്ലെങ്കിൽ MPhil യോഗ്യത ഉണ്ടായിരിക്കണം. ഈ ടെസ്റ്റുകൾ ഏതെങ്കിലും പാസ്സായവർക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇവ കൂടാതെ അപ്രൂവ്ഡ് റിസർച്ച് ലാബ്സിൽ 7 വർഷത്തെ സർവീസ് ഉള്ള സയന്റിസ്റ്റുകൾ, കൂടാതെ വേറെ കുറച്ച് കാറ്റഗറീസിൽ പെടുന്നവർക്കും കേരള യൂണിവേഴ്സിറ്റിയിൽ PhD എൻട്രൻസ് ടെസ്റ്റ് എക്സംഷൻ ഉണ്ട്. ഇവർക്ക് എൻട്രൻസ് അറ്റൻഡ് ചെയ്യാതെ തന്നെ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ മാർഗം യൂണിവേഴ്സിറ്റി PhD എൻട്രൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്യുക എന്നതാണ്. ക്വാളിറ്റി എൻഹാൻസ്മെന്റിന്റെ ഭാഗമായി UGC ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ഓപ്ഷൻ എടുത്തു കളയാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെ വന്നാൽ പിന്നെ UGC, നെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ ലെവൽ എൻട്രൻസ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മാത്രമേ PhD പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഡോക്ടറേറ്റ് പ്രോഗ്രാമിന്റെ മോഡ് ഓഫ് റിസർച്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ UGC അപ്രൂവ് ചെയ്തിരിക്കുന്ന ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് ആണ് നിലവിൽ ഉള്ളത്. ഫുൾ ടൈം PhD ഡ്യൂറേഷൻ മിനിമം 3 വർഷമാണ്. റെഗുലർ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുന്നവർ റിസർച്ച് സെന്ററിൽ എല്ലാ വർക്കിംഗ് ഡേയ്സിലും റിപ്പോർട്ട് ചെയ്യണം. ഫുൾ ടൈം PhD പ്രോഗ്രാമിന് UGC JRF യോഗ്യത ഉണ്ടെങ്കിൽ റിസർച്ച് സ്കോളർഷിപ്പ് ലഭിക്കാറുണ്ട്. ഇനി കേരളത്തിലെ പാർട്ട് ടൈം PhD പ്രോഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. പാർട്ട് ടൈം PhD ഡ്യൂറേഷൻ മിനിമം 4 വർഷമാണ്. റെഗുലർ PhD പ്രോഗ്രാം വർക്കിംഗ് എംപ്ലോയീസിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം PhDക്ക് അപേക്ഷിക്കുന്നവർ എംപ്ലോയറിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് ലെറ്ററും ഹാജരാക്കേണ്ടതാണ്. പാർട്ട് ടൈം PhD പ്രോഗ്രാമിന് കേരളത്തിൽ അതാത് യൂണിവേഴ്സിറ്റികളിലെ അഫിലിയേറ്റഡ് കോളേജുകളിലെ ടീച്ചേഴ്സിനാണ് സാധാരണ അഡ്മിഷൻ നൽകാറുള്ളത്. ഈ വിഭാഗത്തിൽപ്പെടാത്തവർക്ക് ഫുൾ ടൈം PhD പ്രോഗ്രാമിന് അപേക്ഷിക്കാവുന്നതാണ്. പാർട്ട് ടൈം PhD പ്രോഗ്രാമിന് സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് യോഗ്യത ഉണ്ടായിരിക്കില്ല. പിന്നെ ഫുൾ ടൈമിൽ നിന്ന് പാർട്ട് ടൈം പ്രോഗ്രാമിലേക്ക് ചില നിബന്ധനകൾ പ്രകാരം കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പാർട്ട് ടൈം PhD പ്രോഗ്രാമിൽ റെഗുലർ അറ്റൻഡൻസിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം തന്നെ പാർട്ട് ടൈം PhD പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. റെഗുലർ PhD ആയാലും പാർട്ട് ടൈം PhD ആയാലും രണ്ടിന്റെയും വാല്യൂ ഒരേപോലെ തന്നെയാണ്. PhD സർട്ടിഫിക്കറ്റിൽ പാർട്ട് ടൈം PhD എന്നോ ഫുൾ ടൈം PhD എന്നോ സാധാരണയായി മെൻഷൻ ചെയ്യാറില്ല. ആകെയുള്ള വ്യത്യാസം പ്രോഗ്രാം ഡ്യൂറേഷനിൽ മാത്രമാണ്. ഇനി കേരളത്തിൽ PhD ഫീസ് എത്രയാണെന്ന് നോക്കാം. കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിൽ ആവറേജ് PhD ഫീസ് 7,500-നും 15,000-നും ഇടയിലാണ്. ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് ഇത് വ്യത്യസ്തമായിരിക്കും. ഇനി കേരളത്തിലെ PhD പ്രോഗ്രാമിന് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. ഫുൾ ടൈം PhDക്കും പാർട്ട് ടൈം PhDക്കും അതാത് യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കേരള യൂണിവേഴ്സിറ്റി PhD പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യേണ്ടത് www.research.keralauniversity.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വളരെ കുറച്ച് സീറ്റ് മാത്രമാണ് PhD കോഴ്സുകൾക്ക് ഉള്ളത് എന്നുള്ളതാണ്. അതുകൂടാതെ ഗൈഡ് ഷോർട്ടേജും ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ PhD എടുക്കാൻ ആഗ്രഹിക്കുന്ന ഭൂരിഭാഗം പേരും കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഉള്ളതുകൊണ്ട് മിക്ക വിഷയങ്ങൾക്കും സീറ്റ് ലഭ്യമാണ്. കൂടാതെ മിക്ക യൂണിവേഴ്സിറ്റികളിലും NAC A ഗ്രേഡ് കൂടാതെ A++ അതായത് NAC ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ളവയാണ്. തമിഴ്നാട്ടിൽ വളരെ ഫ്ലെക്സിബിൾ ആയി PhD ചെയ്യാൻ പറ്റുന്ന UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള UGC NAC A++ ഗ്രേഡ് ഉള്ള യൂണിവേഴ്സിറ്റികളെ പറ്റിയും ബാക്ക് ഡേറ്റഡ് PhD റിസർച്ച് പ്രപ്പോസൽ, കോഴ്സ് വർക്ക്, സിനോപ്സിസ്, അബ്സ്ട്രാക്ട്, തെസീസ് അഥവാ പ്രബന്ധം തുടങ്ങിയ PhD റിസർച്ച് സ്റ്റേജുകളെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയമുള്ള പക്ഷം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അത് പരാമർശിക്കുക വഴി ഞങ്ങളോട് സംസാരിക്കാവുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. കൂടാതെ PhD സംബന്ധമായ എല്ലാ വീഡിയോകളും യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻസ്,
എൻട്രൻസ് ഡേറ്റ്സ്, പിന്നെ UGCയുടെ ലേറ്റസ്റ്റ് PhD റൂൾസ് തുടങ്ങിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. PhD സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.